ഹലോ ഇറ്റ്സ് മീ രഞ്ജിമ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളായിട്ട് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കോണ്ടന്റ് ചെയ്യണം എന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പാർട്ട് ഫ്രം ദ വ്ളോഗ്, എന്താ പറയുക, ഞാൻ കൂടുതലും വ്ളോഗ്സ് അല്ലേ ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ യൂസ് ചെയ്ത ഒരുപാട് സൺസ്ക്രീൻ ഉണ്ട്. അപ്പോൾ ആ സൺസ്ക്രീൻസിൽ എനിക്ക് എൻ്റെ ഫേവറേറ്റ്സ് ഏതൊക്കെയാ എന്നുള്ളത് നിങ്ങളെ കാണിക്കാം എന്ന് വിചാരിച്ചു. എല്ലാം ഞാൻ യൂസ് ചെയ്തതിന് ശേഷമാണ് ഇതിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ചിലതൊക്കെ തീർന്ന് കാലിക്കുപ്പിയൊക്കെ ആയിരിക്കും നിങ്ങളെ കാണിക്കുന്നത്, നെവർ മൈൻഡ്. ആൻഡ് ഇതൊക്കെ ഞാൻ എങ്ങനെയുണ്ടെന്നുള്ളത് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കാം. പക്ഷെ ചിലതൊക്കെ തീർന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഒട്ടും വൈകിക്കണ്ട, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. മീ രഞ്ജിമ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളായിട്ട് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കോണ്ടന്റ് ചെയ്യണം എന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പാർട്ട് ഫ്രം ദ വ്ളോഗ്, എന്താ പറയുക, ഞാൻ കൂടുതലും വ്ളോഗ്സ് അല്ലേ ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ യൂസ് ചെയ്ത ഒരുപാട് സൺസ്ക്രീൻ ഉണ്ട്. അപ്പോൾ ആ സൺസ്ക്രീൻസിൽ എനിക്ക് എൻ്റെ ഫേവറേറ്റ്സ് ഏതൊക്കെയാ എന്നുള്ളത് നിങ്ങളെ കാണിക്കാം എന്ന് വിചാരിച്ചു. എല്ലാം ഞാൻ യൂസ് ചെയ്തതിന് ശേഷമാണ് ഇതിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ചിലതൊക്കെ തീർന്ന് കാലിക്കുപ്പിയൊക്കെ ആയിരിക്കും നിങ്ങളെ കാണിക്കുന്നത്, നെവർ മൈൻഡ്. ആൻഡ് ഇതൊക്കെ ഞാൻ എങ്ങനെയുണ്ടെന്നുള്ളത് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കാം. പക്ഷെ ചിലതൊക്കെ തീർന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഒട്ടും വൈകിക്കണ്ട, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഞാനിവിടെ കുറച്ച് ഞാൻ യൂസ് ചെയ്ത സൺസ്ക്രീൻ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ചിലതൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്ന സൺസ്ക്രീൻ വെച്ചാൽ ഞാൻ ഇങ്ങനെ യൂസ് ചെയ്ത് വന്ന സൺസ്ക്രീൻ ആ ഒരു ഓർഡറിൽ ഞാൻ കാണിക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലൈക്ക് ഒരു 2024 എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സൺസ്ക്രീൻ ആണ്. ഇതിൻ്റെ പാക്കറ്റ് ഒന്നും കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട, ഇത് എൻ്റെ അല്ല. ഇത് ലൈക്ക് ഇപ്പോൾ വേറൊരു കുട്ടി യൂസ് ചെയ്യുന്നതാണ്. എൻ്റെ അടുത്ത് ഇതിന് തീർന്ന പെട്ടിയില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് എടുത്തതാണ്. മറ്റേ ലൈക്ക് അക്വലോജിക്കേൻ്റെ ഗ്ലോ പ്ലസ് സൺസ്ക്രീൻ SPF 50+. ഇപ്പം ഇതിൻ്റെ ബോട്ടിലൊക്കെ ചേഞ്ച് ആയി എന്ന് തോന്നുന്നുണ്ട്. ഇതിൻ്റെ ഒരു 3 വേരിയേഷൻസ് ഉണ്ട്. 2-3 ഞാൻ ട്രൈ ചെയ്തതാണ്. ലൈറ്റ് വെയിറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇപ്പം എൻ്റെത് ഫേസ് കുറച്ചും കൂടെ ഒരു ഓയിലി കൈൻഡ് ഓഫ് ആണ്. മെയിൻലി T-സോൺസ് ഒക്കെ അത്യാവശ്യം ഓയിലി ആണ്. അപ്പോൾ എനിക്ക് ഇത് ഒരു ഔട്ട് ഓഫ് 10 ഒരു 5-6 ഒക്കെ തോന്നിയിട്ടുള്ളൂ. കാരണം അഫോർഡബിൾ സൈഡ് ആണ്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 599 ഇതിനകത്തുണ്ടെങ്കിലും മിക്ക വെബ്സൈറ്റിലും ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ കുറച്ച് റേറ്റ് കുറവാണ്. പക്ഷെ ഫോർ ദ ഓയിലി സ്കിൻ എനിക്ക് അത്ര അടിപൊളിയായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഫേസ് നമ്മൾ ഇട്ട് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ എണ്ണ ഇങ്ങനെ ഒഴുകി വരും. സോ എനിക്കിത് ഓയിലി സ്കിന്നിന് അത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. ഡ്രൈ സ്കിന്നിന് ചിലപ്പോൾ അടിപൊളിയായിരിക്കും. പിന്നെ ഇതിനകത്താണെങ്കിൽ ഏത് സ്കിൻ ടൈപ്പിനാന്നുള്ളത് കാണിച്ചിട്ടും ഇല്ലല്ലോ. ഓക്കെ, എനിവേ എനിക്കിത് ഒരു 4 ഔട്ട് ഓഫ് 10 ആയിരുന്നു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഞാൻ യൂസ് ചെയ്തത് ഇതാണ്. സൺസ്കൂപ്പിൻ്റെ സൺസ്ക്രീൻ ആണ്. സൺസ്കൂപ്പിൻ്റെ SPF 60 ആണ് കേട്ടോ. ഇത് 60 UVA UVB PA++++, 4+ ഒക്കെ ഉണ്ട്. ആൻഡ് ഇത് കുഴപ്പമുണ്ടോയെന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഇത് മറ്റേ സ്പ്രേ ടൈപ്പ് ആണ്. ഇത് തീർന്നു, സ്പ്രേ ടൈപ്പ് ആണ്. ആൻഡ് നമുക്ക് ബോഡിക്കൊക്കെ വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഡെയിലി യൂസ്, നോ വൈറ്റ് കാസ്റ്റ്, ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ, പിന്നെ സ്യൂട്ട്സ് ഓൾ സ്കിൻ ടൈപ്പ് എന്നാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഇത് 125 ml അത്യാവശ്യം ഇത്രയുണ്ട്, അത്യാവശ്യം വലുപ്പമുണ്ട്. ആൻഡ് ഇതിന്റെ റേറ്റ് വന്നിട്ട് 499 ആണ്. എനിക്ക് അതിനെക്കാട്ടും കുറച്ചുകൂടെ കുറവിലാണ് കിട്ടിയതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ദെൻ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, കൊള്ളാം, നമുക്ക് സ്പ്രേ വൈസ് നമുക്ക് ബോഡിയൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ ഫേസിൽ എനിക്കിത് യൂസ് ചെയ്തപ്പോൾ ഫീൽ ചെയ്തൊരു കാര്യം, നമ്മളെ ഫേസ് ഒന്നും കൂടി, ഇത് ഭയങ്കര ലിക്വിഡി ടൈപ്പ് ആണ്. ഫേസ് കുറച്ചും കൂടി ഒന്ന് ഡള്ളാവുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നി. ഇപ്പം എൻ്റെ അത്യാവശ്യം ഒരു ബ്രൗൺ സ്കിൻ ആണ്. അപ്പം നമുക്ക് ഈ ചില സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഫേസ് ലൈക്ക് ഒന്ന് ബ്രൈറ്റ് ആയ ഒരു ഫീല് ചിലതിട്ടാൽ തോന്നാറുണ്ട്. പക്ഷെ ഇതിട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒന്നും കൂടി ഫേസ് ഡള്ളായ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതർവൈസ് ഇത് നല്ലതാണ്. നല്ല അടിപൊളി പ്രൊട്ടക്ഷൻ തരുന്ന ഒരു സാധനമാണ്. SPF 60 ഉള്ളതുകൊണ്ട് തന്നെ. പിന്നെ ഇതും എനിക്ക് ഓയിലി സ്കിൻ അത്ര അടിപൊളിയായിട്ട് തോന്നിയിട്ടില്ല. കുറച്ച് കഴിയുമ്പം എഗെയിൻ ഓയിലി ആക്കുന്നുണ്ട്. സോ ഇതിന് ഞാനൊരു 6 ഔട്ട് ഓഫ് 10 കൊടുക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് വൺ വന്നിട്ട് ഫോക്സ്ടെയിൽ ആണ്. ഫോക്സ്ടെയിൽ ഞാൻ കുറേ യൂസ് ചെയ്തിട്ടില്ല. ഇത് റീസെൻ്റ്ലി എൻ്റെ അനിയത്തി വാങ്ങിച്ചപ്പോൾ ഞാനൊന്ന് ഇട്ട് നോക്കിയായിരുന്നു. അപ്പോൾ ഇട്ട് നോക്കിയപ്പം ഇതിനകത്ത് കൊടുത്തേക്കുന്ന ഫോക്സ്ടെയിൽ ഗോൾഡൻ അവർ ഗ്ലോ സൺസ്ക്രീൻ SPF 50 PA++++. ഓക്കെ, വൈറ്റമിൻ C+ നയസിനമൈഡ് ഉണ്ട്. ഓൾ സ്കിൻ ടൈപ്പിന് പറ്റുന്നതാണ്. 50 ml ആണ്. ഇതിന്റെ റേറ്റ് വന്നിട്ട് എത്രയാണ്? 349. ഓക്കെ, ഇത്രയാണുള്ളത്.
അല്ലേ? അപ്പൊ ഇത് ഞാൻ യൂസ് ചെയ്തപ്പം എനിക്ക് ഇത് കുറച്ചും കൂടെ, ഇത് അത്ര ലൈറ്റ് വെയിറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. കുറച്ചൊരു കട്ടിയുണ്ട്. ഇതിടുമ്പോൾ അത്യാവശ്യം നല്ല ഒരു ഗ്ലോ ഉണ്ട്. പിന്നെ ഒരുപാട് കാലം ഞാൻ യൂസ് ചെയ്തതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരുപാട് ഇതിനെപ്പറ്റി പറയാൻ പറ്റത്തില്ല എത്രത്തോളം പ്രൊട്ടക്ഷൻ തരുന്നു. പക്ഷെ യൂസ് ചെയ്തപ്പം ലൈക്ക് ആ ഒരു ഫസ്റ്റ് യൂസിൽ കൊള്ളാം, കൊള്ളാം, ഒരു ഗ്ലോ ഉണ്ട്. കുറച്ച് അത്ര ഇങ്ങനെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഇങ്ങനെ അങ്ങനെ ഇല്ല. ഓക്കെ, ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്തത്, ഞാൻ യൂസ് ചെയ്തത് ഡോട്ട് ആൻഡ് കീന്റെ സൺസ്ക്രീൻ കൂടെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പെട്ടി മാത്രമേ എൻ്റെ അടുത്തുള്ളൂ. ഞാൻ ഇത് കുറെ നാൾ മുമ്പ് യൂസ് ചെയ്തതാണ്. ഡോട്ട് ആൻഡ് കീന്റെ വൈറ്റമിൻ C+E സൂപ്പർ ബ്രൈറ്റ് സൺസ്ക്രീൻ വാട്ടർ ലൈറ്റ് ഫ്ലൂയിഡ്. ഇത് SPF 50+, PA++++, ബ്രോഡ് സ്പെക്ട്രം. ഇതിന്റെ റേറ്റ് വന്നിട്ട് എത്രയായിരുന്നു? അതിന്റെ റേറ്റ് അയ്യോ ഇതിനകത്ത് കാണുന്നില്ലല്ലോ, ഞാൻ സൈഡിൽ കൊടുക്കാം. അപ്പോൾ ഈ സൺസ്ക്രീൻ ഞാൻ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്, ഈ ഫോക്സ്റ്റൈലിനൊക്കെ മുമ്പ്. അപ്പൊ എനിക്ക് ആക്ച്വലി ഈ ഡോട്ട് ആൻഡ് കീ എനിക്കൊന്ന് കുറെ പേര് അടിപൊളിയാന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നിയത്, എനിക്ക് എന്താണെന്നറിയില്ല, എനിക്കിങ്ങനെ ഇത് മുഖത്തൊക്കെ ഒഴിക്കുമ്പോഴത്തേക്കും അങ്ങ് ഒഴുകി അങ്ങ് പോവുക. ഭയങ്കര വാട്ടറി കൺസിസ്റ്റന്റ്. എനിക്ക് എന്തോ അത്രയ്ക്ക് വാട്ടറി ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഫേസിലൊക്കെ ഇങ്ങനെ ഇടുമ്പോൾ ഇങ്ങനെ ഒഴുകി പോണ പോലെ എനിക്ക് അത് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് കുറച്ചും കൂടെ ഒരു ഒന്ന് ലൈക്ക് പിടിച്ചു നിൽക്കുന്ന പോലെ വേണം എന്നുണ്ട്. അപ്പൊ അത് ചോദിക്കുമ്പോൾ എനിക്ക് ഡോട്ട് ആൻഡ് കീ ഇത്ര വലിയ പേഴ്സണലി എനിക്ക് വലിയ താല്പര്യമുള്ള ആളല്ല ഞാൻ. അപ്പൊ ഡോട്ട് ആൻഡ് കീക്ക് ഞാനൊരു 4 അത്ര ഞാൻ കൊടുക്കത്തുള്ളൂ, 4/10. ആൻഡ് ഫോക്സ്റ്റൈലിന് ഞാനൊരു 6.5/10 കൊടുക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ പറയുന്നത് ഹൈഡ്രാസണിന്റെ മോയ്സ്ചറൈസിങ് സൺസ്ക്രീൻ ക്രീം ആണ്. UVA UVB പ്രൊട്ടക്ഷൻ SPF 30 ആണ് കേട്ടോ ഇതിൽ വരുന്നത്, 30 ഉള്ളൂ. ആൻഡ് നോൺ ഗ്രീസി ലൈറ്റ് വെയിറ്റ് ഫോർമുല 30 ഗ്രാമിന് 325 റുപ്പീസ് ആണ് ഇതിനകത്തുള്ളത്. ഇത് ആക്ച്വലി എൻ്റെ അനിയത്തിന്റെ ആയിരുന്നു. അപ്പൊ ഞാൻ അവളോട് വന്നപ്പോൾ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചെടുത്തതാണ്. ഇത് ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടില്ല, 1-2 ദിവസം യൂസ് ചെയ്തായിരുന്നു. ഇതിനും ഒരു കണ്ടോ, ഒരു അത്ര വാട്ടറി കൺസിസ്റ്റൻസി അല്ല. സോ എനിക്ക് അത്ര വാട്ടറി കൺസിസ്റ്റൻസി ഇഷ്ടമല്ല. ആൻഡ് ഇതിന് വൈറ്റ് കാസ്റ്റ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, വൈറ്റ് കാസ്റ്റ് ഇല്ല. ആൻഡ് അങ്ങനെ ഭയങ്കര ഓയിലി ആക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. സോ നിങ്ങൾക്ക് ഒരുപാട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, കുറച്ച് 2-3 ദിവസമൊക്കെ ഞാൻ യൂസ് ചെയ്ത് എനിക്ക് അങ്ങനെ വലിയ പ്രശ്നം തോന്നിയില്ല. പിന്നെ നിങ്ങൾ ഇപ്പോ അത്ര SPF 50 നിങ്ങൾ നോക്കുന്നില്ല എങ്കിൽ ഇത് ഒരു ഗുഡ് ചോയ്സ് ആണ്. അത്യാവശ്യം അഫോർഡബിൾ ആണ്. പക്ഷെ ഇത്രേ ഉള്ളൂ കേട്ടോ, സംഭവം ഇത്രേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത്, നെക്സ്റ്റത്തെ 2 സൺസ്ക്രീനും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സൺസ്ക്രീനാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ ലാസ്റ്റ് കൊടുക്കാം. അപ്പൊ നെക്സ്റ്റ് സൺസ്ക്രീൻ ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നത്, ഞാൻ കുറേ നാളായിട്ട് ഈ വിഷ് കെയറിന്റെ പ്രൊഡക്ട്സ് ഞാൻ കാണുന്നുണ്ട്. വിഷ് കെയറിന്റെ ഹെയർ സെറം, വിഷ് കെയറിന്റെ എന്താണ് മറ്റേ സൺസ്ക്രീൻ ലോഷൻ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. വിഷ് കെയറിന്റെ സൺസ്ക്രീൻ ആണ് ഞാനിപ്പോൾ കറണ്ട്ലി, കാണുന്നുണ്ടോ ഗൈസ്, ഞാനിപ്പോൾ കറണ്ട്ലി യൂസ് ചെയ്യുന്നത് ഇതാണ്. ഇത് വിഷ് കെയറിന്റെ നയസിനമൈഡ് ഓയിൽ ബാലൻസ് ഫ്ലൂയിഡ് സൺസ്ക്രീൻ, ലൈറ്റ് ആൻഡ് മാറ്റ്. പിന്നെ ഇതിനകത്ത് എന്തൊക്കെയാണ്, ഓട്സ് എക്സ്ട്രാക്ട്, സിങ്ക്, PCA, സിക്ക ആൻഡ് സെറമൈഡ്സ്. ഇതാണ് ഈ സൺസ്ക്രീൻ എന്ന് പറയുന്നത്. ഇത് PA++++, ബ്രോഡ് സ്പെക്ട്രം SPF 50+ ഉണ്ട്. ബാലൻസ് ഓയിൽ ആൻഡ് പ്രൊട്ടക്ട്സ് ദ സ്കിൻ. ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇതിന്റെ റേറ്റ് ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ദിവസം മുമ്പ് വാങ്ങിച്ചാണ്, സൈഡിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ ഞാൻ വാങ്ങിച്ചത് എന്താ, ഞാൻ പർപ്പിൾ എന്നാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പൊ ഞാൻ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ എല്ലാ പ്രൊഡക്ട്സിന്റെ ഞാൻ കൊടുക്കാം. ഇതാണ് ഇപ്പൊ കറന്റ് ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ. കുറെ നാളായിട്ട് വിഷ് കെയറിന്റെ സൺസ്ക്രീൻ വാങ്ങിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ കിട്ടി. സോ ഈ സൺസ്ക്രീനും ഏകദേശം വാട്ടറി ടൈപ്പ് ആണ്. ഞാൻ കാണിച്ചു തരാം. എന്റെ കയ്യിൽ പൊട്ട്, ഏകദേശം എന്താ ഇങ്ങനെ കണ്ടോ, വാട്ടറി ആണ്. പക്ഷെ ഇത് നമുക്ക് കാണുമ്പോൾ ഭയങ്കര വൈറ്റ് കളർ അല്ല, ഒരു ഡിം വൈറ്റ് കളറാണ് ഇത്. ആക്ച്വലി നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. കണ്ടോ, ഇതും വാട്ടറി കൺസിസ്റ്റന്റ് ആണ്, ലൈക്ക് ഇതിങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. പക്ഷെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് എന്താന്ന് വെച്ചാൽ ഇത് ലൈക്ക് നമുക്ക് ഇടുമ്പം ഒരു പ്രത്യേക സുഖം. അതെങ്ങനെ ഞാൻ പറഞ്ഞത്, പെട്ടെന്ന് അത്
അബ്സോർബ് ആവും സ്കിന്നിൽ. കണ്ടോ, ഞാൻ ഇട്ടങ്ങ് വായിച്ചപ്പോഴത്തേക്കും സ്കിന്നിൽ അബ്സോർബ് ആയി. ആൻഡ് ചെറിയൊരു ഗ്ലോ ഉണ്ട്, കണ്ടോ, ചെറിയൊരു ഗ്ലോ ഉണ്ട്. ഞാൻ ഇപ്പം ഇട്ടേക്കുന്നത് വിഷ്കെയറിന്റെ സൺസ്ക്രീൻ ആണ്. പെട്ടെന്ന് നമുക്ക് ലൈക്ക് 2 സെക്കൻഡ്സ് കൊണ്ട് അങ്ങ് തുടച്ചു കഴിഞ്ഞാൽ സംഭവം അങ്ങ് പോകും. ഭയങ്കര ഒരു ലൈറ്റ് വൈറ്റ് കളറാണ്. വാട്ടറി ആണെങ്കിലും തന്നെ ഡോട്ട് ആൻഡ് കീൻ്റെ അത്ര വാട്ടർ ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സൺസ്ക്രീൻ. സോറി ഗൈസ്. അപ്പോൾ ഈ സൺസ്ക്രീൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് നിങ്ങളൊന്ന് വാങ്ങിച്ചു നോക്കൂ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഓയിലി സ്കിൻ ആണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എനിക്ക് അങ്ങനെ ഭയങ്കര ഓയിലി ആക്കിയിട്ട് തോന്നുന്നില്ല. പിന്നെ എന്തൊക്കെയായാലും ഓയിലി സ്കിൻ എന്ന് പറയുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ അവിടെയൊക്കെ ഒരു ഓയിൽ വരും. പക്ഷെ ഇത് അത്ര ഓയിലി ആക്കുന്നില്ല. സോ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സൺസ്ക്രീൻ ആണ് വിഷ്കെയർ. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. ആൻഡ് ദ ലാസ്റ്റ് വൺ ആൻഡ് മൈ മോസ്റ്റ് ഫേവറേറ്റ് സൺസ്ക്രീൻ, ഞാൻ ഇത്രയും കാലം യൂസ് ചെയ്തതിൽ. ഇനിയും ഒരുപാട് ബ്രാൻഡ്സ് ഞാൻ ട്രൈ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അപ്ഡേറ്റ്സ് തരാം. ഓക്കെ, ഈ സൺസ്ക്രീൻ ഓക്കെ, ഇതിൻ്റെ ലൈക്ക് നിങ്ങൾക്കൊന്നും തോന്നരുത്, ഞാൻ ഈ സൺസ്ക്രീൻ ഞാൻ തുറന്നൊക്കെ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു. കണ്ടോ ഗൈസ്, ഞാൻ പകുതി വെട്ടി അത്രയും ഞാൻ ഫുള്ളി തീർത്ത് കഴിഞ്ഞു. ആൻഡ് ഇതാണ് നമ്മളുടെ സ്വന്തം ഡീകൺസ്ട്രക്റ്റിന്റെ ഹൈലി എഫക്റ്റീവ് യെറ്റ് ജെന്റിൽ ലൈറ്റ് വെയ്റ്റ് ജെൽ സൺസ്ക്രീൻ, ബ്രോഡ് സ്പെക്ട്രം പ്രൊട്ടക്ഷൻ, SPF 55+, PA+++. ഓക്കെ, വെട്ടിയോണ്ട് ഇതിനകത്തുള്ള ബാക്കി വായിക്കാൻ. പ്രിവെന്റ് സ്റ്റാനിങ് ആൻഡ് സൺ റിലേറ്റഡ് ഏജിങ്, പിന്നെ നോൺ ഓയിലി ആണ്, പിന്നെ ക്വിക്ക് അബ്സോർപ്ഷൻ ആൻഡ് നോ വൈറ്റ് കാസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലൈക്ക് എന്തെങ്കിലും ഒരു ക്ലിപ്പ് ഞാൻ വെക്കാം, ഞാൻ നോക്കട്ടെ. കാരണം ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്, അവളുടെ സൺസ്ക്രീൻ ഞാൻ എടുത്ത് നോക്കട്ടെ ഇടാൻ പറ്റുമെന്ന്. അപ്പോൾ ഇതിനകത്ത് ഇനി ഒരു തുള്ളി പോലും ബാക്കിയില്ല ഗൈസ്. അത്രയും ഞാൻ തുറന്ന് എലി തുറക്കുന്നത് പോലെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ സൺസ്ക്രീൻ ഗൈസ് അടിപൊളിയാണ്. ഞാൻ സെക്കൻഡ് ടൈം എന്താണ് ഇത് വാങ്ങിക്കുന്നത്. ഇനിയും ഞാൻ അത് കഴിഞ്ഞിട്ട് വിഷ്കെയർ ഒന്ന് ട്രൈ ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് വിഷ്കെയർ വാങ്ങിച്ചത്. പക്ഷെ ഞാൻ യൂസ് ചെയ്ത ബെസ്റ്റ് സൺസ്ക്രീൻ ആണിത്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ എന്ന് വെച്ചാൽ നമുക്ക് കാണുമ്പോൾ ഒരുമാതിരി മറ്റേ ഈ മോരൊക്കെ കടഞ്ഞു വെച്ചൊരു ലൈക്ക് അതില്ലേ, നമ്മളെ മോര് കടഞ്ഞു വെച്ചിട്ടുള്ള ഒരു തരിതരി സാധനമില്ലേ, അതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. ഒരു പ്രത്യേക, നമുക്ക് ഫസ്റ്റ് തവണ ഇത് വാങ്ങിച്ചിടുമ്പോൾ ഒരു പ്രത്യേക ഇതെന്താ ഇങ്ങനെ എന്നുള്ളൊരു സാധനം. പക്ഷെ അത് ഇട്ട് കഴിഞ്ഞുകൊണ്ടല്ലോ നമ്മൾ സൺസ്ക്രീൻ ഇട്ടൂന്നേ നമുക്ക് തോന്നത്തില്ല. ഓക്കെ, നമ്മൾ ഇട്ടൂന്നേ തോന്നത്തില്ല. പെട്ടെന്ന് അതിങ്ങ് ബ്ലെൻഡ് ആവും. വൈറ്റ് കാസ്റ്റിൽ ഒരു പ്രത്യേക ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ ഇതിൻ്റെത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് സൺസ്ക്രീൻ യെറ്റ് യൂസ്ഡ് ഇതാണ്. ആൻഡ് ഇതിൻ്റെ റേറ്റും ഞാൻ നിങ്ങൾക്ക് സൈഡിൽ കൊടുക്കാം. ഇതിനകത്ത് 349 എന്നാണ് എഴുതിയേക്കുന്നത്. കുഴപ്പമില്ല, റേറ്റും അത്യാവശ്യം അഫോർഡബിൾ ആണ്. സോ ഇതിൻ്റെ യൂസ് ചെയ്യുന്ന ഒരു ക്ലിപ്പ് ഞാൻ നോക്കട്ടെ. എൻ്റെ ഫ്രണ്ടിൻ്റെ സൺസ്ക്രീൻ ഒന്ന് പൊക്കാൻ പറ്റുമോ നോക്കട്ടെ. വെയിറ്റ്, വി ഗോട്ട് ദ സൺസ്ക്രീൻ. ഫ്രണ്ടിൻ്റെ ഇത് പൊക്കിയതാണ്. അപ്പം ഇതാണ് നമ്മളുടെ ഡീകൺസ്ട്രക്റ്റിൻ്റെ സൺസ്ക്രീൻ. ഓക്കെ, അപ്പം ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഇതാണ് ഇതിൻ്റെ ഫോർമുല. ഓക്കെ, കാണുന്നുണ്ടോ? കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ലൈക്ക് മോരും തൈരൊക്കെ കടഞ്ഞൊരു സംഭവം പോലെ ഇല്ലേ. ആൻഡ് കണ്ടോ, കംപ്ലീറ്റ്ലി അബ്സോർബ്ഡ്. കണ്ടോ, കഴിഞ്ഞു. ലൈക്ക് നമുക്ക് ആ ഒരു ഓയിലി ഫീലും ഇല്ല, ഭയങ്കര മാറ്റ് ഫീലും ഇല്ല. ഒരു സ്കിൻ ഒരു ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ളൊരു ലൈക്ക് ഭയങ്കര സോഫ്റ്റ് ആയി. കണ്ടോ, എൻ്റെ നഖത്തിലുണ്ടായിരുന്നു, സോറി. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡീകൺസ്ട്രക്റ്റിൻ്റെ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത് രണ്ടുമാണ് എൻ്റെ കറൻ്റ്ലി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 2 സൺസ്ക്രീൻസ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തത് വേണമല്ലോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണമെങ്കിൽ ഞാൻ കുറച്ചൊക്കെ യൂസ് ചെയ്തത്, അതുകൊണ്ടാണ് ഞാനിപ്പം ഇത്രയും കാണിച്ചത്. ആൻഡ് എനിക്ക് കിട്ടുന്ന ക്ലിപ്സ് ഞാൻ പഴയത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ വെക്കാം. ഇപ്പം ബാക്കിയൊക്കെ തീർന്നു പോയി, അതുകൊണ്ടാണ് എനിക്ക് വെക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ബാക്കി ലൈക്ക് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നിങ്ങൾ വാങ്ങിച്ച് ട്രൈ ചെയ്യുക. അപ്പം ഇതാണ് എൻ്റെ ഫേവറേറ്റ്സ്. ഇനി ഞാൻ നിങ്ങൾ ഏതെങ്കിലും ബ്രാൻഡ് പറയുകയാണെങ്കിൽ ഞാൻ അതും വാങ്ങിച്ച് ട്രൈ ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് ലൈക്ക് എന്തൊക്കെ വീഡിയോസ് ആണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ അതിനനുസരിച്ച് മേക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാ സൺസ്ക്രീനിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ്, പിന്നെ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ.
അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ലൈക്ക് എന്താ പറയുക, വേറൊന്നുമില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും സൈനിങ് ഓഫ് ഫ്രം രഞ്ജിമ AR. Bye guys, love you.